അലകടൽ പോലെ ഇത്തവണ ആടി ഉലയുകയാണ് ആലപ്പുഴ മണ്ഡലം. അവിടുത്തെ മത്സരം തീവാറുന്നത് തന്നെയാണ്, അക്ഷരാർത്ഥത്തിൽ തന്നെ. പ്രത്യേകിച്ച് നമുക്കറിയാം, കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാൽ വീണ്ടും മണ്ഡലത്തിലേക്ക് വരുന്നു. മണ്ഡലം തിരികെ പിടിക്കാനുള്ള പോരാട്ടം. കഴിഞ്ഞ തവണയുള്ള തെരഞ്ഞെടുപ്പിൽ 20 ലോക്സഭാ മണ്ഡലത്തിൽ CPM-ന്റെ ഏക കനൽത്തരി എന്ന് വിശേഷിപ്പിച്ച AM ആരിഫ് വിജയിച്ച മണ്ഡലം. അവിടെയാണ് ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് BJP-യുടെ ക്രൗഡ് പുള്ളറായിട്ടുള്ള ശോഭാ സുരേന്ദ്രന്റെ കടന്നുവരവ്. എവിടെ മത്സരിക്കുന്നോ അവിടെയെല്ലാം മൂന്നിരട്ടി വോട്ട് വർദ്ധിപ്പിക്കുന്ന ശക്തയായ വനിതാ നേതാവ്. അവരുടെ സാന്നിധ്യം കൊണ്ട് തന്നെ ആലപ്പുഴയിലെ മത്സരം തീവാറുകയാണ്. ശോഭാ സുരേന്ദ്രനെ KC വേണുഗോപാലും AM ആരിഫും ഭയപ്പെടുന്നു. അതുകൊണ്ടാണല്ലോ ശോഭാ സുരേന്ദ്രന്റെ പോസ്റ്ററിന്റെ തല വെട്ടി അവിടെ AM ആരിഫിന്റെ തല പറ്റിക്കുന്ന CPM-ന്റെ തന്ത്രങ്ങൾ പയറ്റുന്നത്. എങ്ങനെയൊക്കെ എന്തൊക്കെ തന്ത്രങ്ങൾ കാണിച്ചാലും ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ ഇത്തവണ ഞെട്ടിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കേരളത്തിലെ BJP-യുടെ A ക്ലാസ് മണ്ഡലമായി ആലപ്പുഴ മാറുന്നു. അവിടുത്തെ തെരഞ്ഞെടുപ്പ് വിശേഷത്തിലേക്ക്. മോദിജി ആലപ്പുഴക്കാരെ കൈവിടില്ല എന്ന് അവർക്ക് ബോധ്യമുള്ള സാഹചര്യത്തിൽ മോദിജിയോട് ആത്മാർത്ഥതയുള്ള, സ്നേഹമുള്ള, ആദരവുള്ള ഒരു സ്ത്രീ ഈ പാർലമെന്റ് മണ്ഡലത്തിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകട്ടെ എന്ന് അവർ തീരുമാനിക്കുകയാണ്. അത് എന്തിനു വേണ്ടിയാണ്? ആലപ്പുഴയ്ക്ക് വേണ്ടിയിട്ടാണ്. മാത്രമല്ല, തിരുവനന്തപുരം മുതൽ ഞങ്ങൾ 5 സീറ്റുകൾ സ്ത്രീകളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ ആകമാനം കോൺഗ്രസിന് തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെ ഒരു സ്ത്രീയില്ല. മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു സ്ത്രീയില്ല, CPI-ക്ക് ഒരു സ്ത്രീ സ്ഥാനാർത്ഥിയില്ല. ആകെ ഒരേ ഒരു സ്ത്രീ സ്ഥാനാർത്ഥിയാണ് ഈ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾക്കും കൂടി ആലപ്പുഴ വരെയുള്ളത്. അപ്പോൾ കേരളത്തിൽ ആകമാനമുള്ള ഈ സദേൺ കേരളയുടെ സ്ത്രീകളുടെ ഒരു ശബ്ദമായിട്ട് മാറാൻ അവരുടെ ശോഭാ സുരേന്ദ്രന് സാധിക്കുമെന്നുള്ള ഒരു ബോധ്യം കൂടി ഇതിനകത്ത് മിക്സ് ചെയ്യപ്പെടുമ്പോൾ രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള സ്ത്രീകളുടെ വോട്ട് കൂടി ഇതിലേക്ക് ചേർക്കപ്പെടും എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അഴിമതിയുടെ കാര്യത്തിൽ ആലപ്പുഴയിൽ നടക്കുന്നത് കൂട്ടുകച്ചവടമാണെന്നും ജനങ്ങൾക്ക് പരാതികൾ മാത്രമേയുള്ളൂ എന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. കേന്ദ്ര സർക്കാർ നടത്തിയ ഹൈവേ വികസനത്തിന്റെ ഭാഗമായാണ് ആലപ്പുഴയിൽ 2260 കോടി രൂപയുടെ വികസനം നടന്നത്. നരേന്ദ്രമോദിക്ക് അവകാശപ്പെട്ട വോട്ടാണ് ഹൈവേ വികസനം നടത്തിയെന്ന് അവകാശപ്പെട്ട് LDF-ഉം UDF-ഉം ചോദിക്കുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ റോഡ് ഹൈവേ വികസനം മോദിജി കൊണ്ടുവന്നപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ആലപ്പുഴയെ മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ. കാരണം ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് റോഡ് കിട്ടി. 2260 കോടി രൂപയുടെ വികസന പ്രവർത്തനം റോഡിലുണ്ടായി. ആ റോഡിന്റെ പേരിലാണ് KC വേണുഗോപാലും ആരിഫും വോട്ട് ചോദിക്കുന്നത്. അത് മോദിക്ക് അവകാശപ്പെട്ടതല്ലേ? അപ്പോൾ മോദിജിക്ക് അവകാശപ്പെട്ട വോട്ട് എന്ന് പറയുന്നത് മോദിജി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വരുന്ന സമയത്ത് ആ ജുബയുടെ പോക്കറ്റിൽ കുത്തിയിട്ടുള്ള താമര ചിഹ്നത്തിനാണ്. അപ്പൊ താമര ചിഹ്നത്തിന് ആ വോട്ടെല്ലാം വരികയാണ്. ഇത് രണ്ടു കൂട്ടർക്കും ബോധ്യമായിട്ടുണ്ട്. NDA-യുടെ വലിയ മുന്നേറ്റം നടക്കുന്ന കാലത്ത് ചില ചാനലുകൾ പ്രത്യേക രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി സർവേ റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥികൾ ജയിക്കാതിരിക്കാനുള്ള അശ്രാന്ത പരിശ്രമം മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അവരുടെ വിശ്വാസ്യതയെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ BJP-യിൽ നിന്ന് കുറച്ചാളുകൾ ജയിച്ച് ഡൽഹിയിൽ എത്താതിരിക്കാനുള്ള അശ്രാന്ത പരിശ്രമം മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് അവരുടെ തന്നെ വിശ്വാസ്യതയാണ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്തായാലും ഞങ്ങൾക്ക് കുറേ മാധ്യമങ്ങളും അതുപോലെ ഇത്രയും പത്രസുഹൃത്തുക്കളും ഒന്നും ഇല്ലാത്ത കാലത്തും നമ്മളിവിടെ ഓരോ സ്റ്റെപ്പും വെച്ച് പ്രസ്ഥാനത്തെ ഓരോ ജില്ലയിലും നമ്മൾ കരിപ്പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ തന്നെ 7 പേർ 2ാം സ്ഥാനത്ത് നെക്ക് പോരാട്ടം നടത്തിയിട്ട് നിയമസഭയുടെ അകത്ത് പോകാതിരുന്നത് 2 പാർട്ടിക്കാരും ഒരുമിച്ച് യോജിച്ച് പരാജയപ്പെടുത്തിയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ള അതുപോലെ എൻ്റെ കൊളീഗ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ നിയമസഭയ്ക്കകത്ത് ഉണ്ടാകുമായിരുന്നു. ജനം, ആലപ്പുഴ.